all the other guests. Thank you ഇവിടെ വന്നതിന്. ആദ്യം തന്നെ ഖലീഫ എന്ന ഈ സിനിമയ്ക്ക് ഇത്ര വലിയൊരു വരവേൽപ്പ് നൽകിയ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു സിനിമ ഈ എക്സൈറ്റ്മെന്റോടുകൂടി ഒരു സിനിമ വരവേൽക്കുക എന്ന് പറയുന്നത് തന്നെ ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർക്ക് ഒരു വലിയ സന്തോഷവും അംഗീകാരവും കിട്ടിയതുപോലെയാണ്. സോ ഫസ്റ്റ്ലി താങ്ക്സ്, ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ പ്രത്യേകിച്ച് അങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരു സിനിമയല്ല. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ജോണറിൽപ്പെട്ട സിനിമകൾ വിരളമാണ്. അത്തരം സിനിമകളുടെ ഒരു വലിയ ആരാധകനാണ് ഞാൻ. ഏതു തരം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കൺസീവ് ചെയ്യപ്പെടുന്ന ദിവസം മുതൽ ഇതിന്റെ റിലീസ് വരെ ഈ സിനിമയുടെ ടീം ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആയിരുന്നു, ഞങ്ങൾ എന്താണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊരു ഹൈ കോൺസെപ്റ്റ് സിനിമയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കഥ പറയുന്ന സിനിമയോ ഒന്നുമല്ല. നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ട ആ വീഡിയോയിലുള്ള തിയേറ്ററിൽ കാണുന്ന ആ എക്സ്പീരിയൻസ്, അത്തരം ഒരു മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ സിനിമ കുടുംബസമേതം കണ്ട് ആസ്വദിക്കുന്ന ഒരു എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഇന്ന് ഈ സിനിമ റിലീസായി ഈ നേരം വരെ അത്തരം ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് ആ സന്തോഷം ഞങ്ങളെ അറിയിച്ച ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപാട് നന്ദി. സിനിമ കണ്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് കുടുംബസമേതം തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണമെന്നും ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വൈശാഖ്, ജിനു ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ എല്ലാ സിനിമകളെ പോലെയും ഇതും ഒരു വലിയ ഡ്രീമാണ്. പക്ഷെ ഈ സിനിമയുടെ പുറകിൽ ഈ സിനിമ മാത്രമായിരുന്നില്ല സ്വപ്നം. ഈ സിനിമയുടെ ആദ്യ കഥ ജിനു എന്നോട് ഷെയർ ചെയ്യുന്ന ദിവസം മുതൽ ഇതിൽ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു കഥാപാത്രവും ആ കഥാപാത്രത്തിന്റെ ലെഗസിയുമാണ് ഈ സിനിമയുടെ ഒരു ഫൗണ്ടേഷൻ എന്നോട് പറഞ്ഞിരുന്നത്. 2022 തിരക്കഥ എഴുതിയപ്പോൾ അത് കുറച്ചുകൂടെ വിപുലമായി ഇതിന്റെ തിരക്കഥയിൽ ജിനു എഴുതിയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെയാണ് വൈശാഖ് പറഞ്ഞ പോലെ ഇത് ലാലേട്ടൻ ചെയ്താൽ ആ കഥാപാത്രത്തിന് ഭയങ്കരമായ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നതും ലാലേട്ടനെ ഞങ്ങൾ അതിനുവേണ്ടി സമീപിക്കുന്നതും. അദ്ദേഹം അതിന് യെസ് പറഞ്ഞു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ആക്ച്വലി ഈ സിനിമയിൽ വന്നൊരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. ആൻഡ് സോ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹു യു ആർ ആൻഡ് ബീങ് പാർട്ട് ഓഫ് ദിസ് ഫിലിം. ഈ സിനിമ കണ്ടവർക്ക്, ഇതിനോടകം കണ്ടവർക്ക് അറിയാം, ഇത് ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിന്റെ ജനസിസ് എന്ന് പറയുന്നത് മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ലാലേട്ടനെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയുടെ ഒരു വലിയ ലോകത്തിന്റെ ഒരു വലിയ കഥയുടെ അടർത്തി മാറ്റപ്പെട്ട ഒരു ഏടാണ് ഖലീഫ പാർട്ട് 1 എന്ന് പറയുന്ന സിനിമ. അപ്പൊ അത്തരം ഒരു സിനിമ ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി വൈശാഖും ജിനുവും പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്നത് ആസ് എ ഫാൻ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലാലേട്ടൻ 2 ദിവസങ്ങൾ മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത ഒരു ലൈനപ്പ് റിവീൽ ചെയ്യുകയുണ്ടായി. അതിൽ പ്രഗത്ഭരായ ഫിലിം മേക്കേഴ്സും വളരെ എക്സൈറ്റിംഗ് ആയ പ്രോജക്ട്സുമാണ് എല്ലാം. ആ സിനിമകളുടെ ഒന്നും ജോണറുകൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ ജോണറിൽപ്പെട്ട ഒരു മെയിൻ സ്ട്രീം മാസ് കമേഴ്ഷ്യൽ ആക്ഷൻ സിനിമ എന്ന് പറയപ്പെടുന്ന ജോണറിൽപ്പെട്ട ഒരു സിനിമയിൽ അദ്ദേഹത്തിനെ അങ്ങനെ കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ആ ആഗ്രഹം ആ മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയുടെ സിനിമയിൽ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതൊരു സ്വപ്നതുല്യമായ സിനിമയായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വൺസ് അഗെയിൻ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമയുടെ ടീമിനെ കുറിച്ചാണ്. സ്റ്റാർട്ടിങ് വിത്ത് ജിനു. ഞാൻ ജിനുവിനെ കുറിച്ച് തിരക്കഥാകൃത്തായിട്ടാണോ നിർമ്മാതാവായിട്ടാണോ സംസാരിക്കുന്ന ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. കാരണം ഐ ബിലീവ് ജിനു ഒരു തിരക്കഥാകൃത്തായിട്ടും ഒരു നിർമ്മാതാവായിട്ടും ഈക്വലി ഫ്ലറിഷ് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഖലീഫ. ഒന്ന്, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ തിരക്കഥയാണത്. 2, ഈ സിനിമ ജിനു പുൾ ഓഫ് ചെയ്ത നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. കാരണം ഇത് ഒന്നാമത് ഒരു വലിയ സിനിമയാണ്, രണ്ടാമത് വലിയ ചലഞ്ചസ് ഇടയിൽ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു സിനിമയാണ്. ഞങ്ങൾ ഇതിന്റെ ഒരു ഫോറിൻ ഷെഡ്യൂളിൽ പോകാൻ നിൽക്കുമ്പോഴാണ് ഗൾഫ് കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത്.
ആ സമയത്തൊക്കെ എങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻസ് ചേഞ്ച് ചെയ്ത് അത് കൃത്യമായി അതിനെ ഒട്ടും കൺട്രോൾ പോകാതെ ഈ പ്രോജക്റ്റിനെ കൊണ്ടു നടന്നു എന്ന് പറയുന്നത് ശരിക്കൊരു മാസ്റ്റർ ക്ലാസ് ഇൻ ഫിലിം പ്രൊഡക്ഷൻ ആയിരുന്നു. സോ ഹാറ്റ്സ് ഓഫ് ജിനു ഫോർ ദാറ്റ്. ജിനു മാത്രമല്ല, ജിനുവിനോടൊപ്പം കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന ഞങ്ങളുടെ കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, സൂരജ്, സിജു, ശ്രീലാൽ, ടു ഓൾ ഓഫ് യു. ഈ സിനിമ ഇന്ന് ഈ ഒരു സ്കെയിലിൽ, ഈ ഒരു രൂപത്തിൽ എത്തിപ്പെട്ടതിൽ നിങ്ങളുടെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആൻഡ് ഐ സിൻസിയർലി താങ്ക് ഓൾ ഓഫ് യു ഫോർ ദാറ്റ്. വൈശാഖ് 15 വർഷങ്ങൾക്ക് മുമ്പാണ്, 15ആണെന്ന് തോന്നുന്നു, വൈശാഖിന്റെ ആദ്യ സിനിമയായ പോക്കിരി രാജയിൽ വൈശാഖ് ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത് ഇൻഡിപെൻഡന്റ് ഡയറക്ടോറിയൽ കരിയറിലെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് എന്റെ ക്ലോസപ്പ് ആണ്. 15 വർഷങ്ങൾ വേണ്ടി വന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു സിനിമ ചെയ്യാൻ. ഐ എം ട്രൂലി ഹാപ്പി. അതിനുശേഷം ആദ്യ സിനിമയിൽ നിന്ന് ഇന്ന് ഖലീഫയിൽ എത്തി നിൽക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരുപാട് വലിയ കമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ചു. 100 കോടി എന്നൊക്കെ പറയുന്ന തുകകൾ നമുക്ക് പരിചിതമാക്കി തന്ന സംവിധായകനാണ് വൈശാഖ്. അപ്പൊ ആ വൈശാഖിന്റെ കൂടെ വീണ്ടും കൊളാബറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് ഐ എം പ്രൗഡ് ഓഫ് ഹിം ആൻഡ് ഐ എം റിയലി റിയലി ഹാപ്പി. Once again, it's a very very happy day for us and very very exciting day for us. കാരണം ഇത് ഖലീഫ പാർട്ട് 1 എന്ന സിനിമയുടെ യാത്രയുടെ ഒരു തരത്തിലുള്ള പര്യവസാനം മാത്രമല്ല, ഇത് മറ്റൊരു യാത്രയുടെ തുടക്കം കൂടിയാണ്. അപ്പോൾ ആ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യാൻ എല്ലാ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും I'd like to welcome the one and only Mambarakal Ahmed Ali Lalethan on the stage.